സിയു മോനെ ഫ്രാങ്ക്ലിന് എന്താണ്? എല്ലാ ഗ്രാനമ്മായി അമ്മായി എന്താക്കാണ്? അമ്മായിനെ ഒന്നും കാണാനില്ലല്ലോ ഇപ്പോ. എടാ മോനെ ഫ്രാങ്ക്ലിന് ഗ്രാനമ്മയ്ക്ക് പനിയാണ്. എല്ലാ ഗ്രാനമ്മായി നമ്മളങ്ങനെ ഗ്രാനമ്മേൻ്റെ വീട്ടിലെത്തി. ഗ്രാനി ഷിൻജാനോടെ? എടാ ഫ്രാങ്ക്ലിന് ഷിൻജാനൊക്കെ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. എല്ലാ ഗ്രാനി ഇപ്പം എങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാ? എടാ ഫ്രാങ്ക്ലിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വയ്യൊന്നും അമ്മച്ചി പറഞ്ഞു തരില്ല. ഗ്രാനമ്മേൻ്റെ വീട്ടിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ബാക്കി നമ്മളെ വീട്ടിൽ നിന്ന് വെപ്പൺസ് ഒക്കെ എടുത്തോണ്ട് ഗ്രാനിൻ്റെ വീട് നമ്മൾ കത്തിക്കൂ, അത് ഉറപ്പാ. അതിന് ഫ്രാങ്ക്ലിന് നമ്മളെ വീട്ടിൽ നിന്ന് കഴിച്ചില്ലായാലല്ലേ. ആദ്യം മോനെ എസ്കേപ്പുള്ള താക്കോലൊക്കെ ആദ്യം കണ്ടുപിടിച്ച്. അപ്പം ഗ്രാനമ്മ പറഞ്ഞാൽ നമുക്ക് താക്കോലൊക്കെ വേഗം കണ്ടുപിടിക്കാം. എല്ലാ ഗ്രാനി വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിലൊക്കെ കുറേ ടണലുകളുണ്ടല്ലോ, കുറേ പൈസ കൊളിപ്പിച്ചൊക്കെയല്ലേ. എടാ മോനെ അത് വേസ്റ്റ് വെള്ളം പോകാനുള്ള ടാങ്കാണ്. മോനെ അതിൻ്റെ ഉള്ളിലൊക്കെ എറിഞ്ഞോ? അതിൻ്റെ ഉള്ളിലൊന്നും ചാവില്ല കേട്ടോ. എല്ലാ ഗ്രാനി എന്തെങ്കിലും ക്ലൂ ഇട്ടാൻ വേണ്ടി ഇറങ്ങിയതാ ഈ ചളിയിലേക്ക്. അപ്പോൾ നമുക്ക് വല്ല സ്റ്റെപ്പ് എടുക്കാം. ഗ്രാനി കാക്കനാണല്ലേ പെറ്റായിട്ട് വളർത്തണത്. എടാ ഫ്രാങ്ക്ലിന് നമ്മളെ കാക്കക്കൂടൊന്നും തുറന്നിടല്ലോ കേട്ടോ. എല്ലാ ഗ്രാനി കാക്ക നമ്മളെ കൊത്തി. എന്ത് കാക്കനാണ് ഗ്രാനി വളർത്തണത്? പിന്നെ കാക്കക്കൂട്ടിൽ കൈയിട്ടാ കാക്ക കൊത്തലേ. എന്താണ് ഫ്രാങ്ക്ലിന്? എല്ലാ ഗ്രാനിയമ്മായി ഇവരോട് നിങ്ങൾ അത് ചോദിച്ചോ? എന്താടാ ഫ്രാങ്ക്ലിന് എന്ത് ചോദിച്ചോന്ന്? എല്ലാ ഗ്രാനി ലൈക്കിന്റെ കാര്യം. ഫ്രാങ്ക്ലിന് മറന്നു അമ്മച്ചിക്ക്. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാരും ലൈക്ക് അടിക്ക് കേട്ടോ. അപ്പൊ ഗ്രാനിയമ്മായി പറഞ്ഞാൽ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കും. ഗ്രാനി എത്ര സ്റ്റെപ്പ് നിങ്ങളെ വീടിന്? ഏട്ടാ ഫ്രാങ്ക്ലിന് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇങ്ങനെ ചളയാക്കല്ലോ. ഗ്രാനിയമ്മ ഇന്ന് രാവിലെ തൊടിച്ചതാണ്, ചളയാക്കല്ലേ. എല്ലാ ഗ്രാനി കുറെ പെട്ടികളൊക്കെ ഉണ്ടല്ലോ. പെട്ടീൻ്റെ അടിയിലത്തൊരു റൂം. എന്താ ഗ്രാനി കുറെ രഹസ്യ അറകളൊക്കെ ഉണ്ടല്ലോ. എടാ മോനെ ഫ്രാങ്ക്ലിന് എല്ലാ റൂമിലും കയറി കണ്ട് വൃത്തികേടാക്കല്ലോ. ഗ്രാനി നമുക്കെന്തോ മരക്കഷ്ണം കിട്ടി, എന്താ അറിയില്ല, എന്തോ ഒരു മരക്കഷ്ണ. എടാ മോനെ ഫ്രാങ്ക്ലിന് നമ്മളെ അമ്മച്ചി ലോൺ എടുത്താണ്ട് വീട് എടുത്താണ്. ഇതുവരെ ലോൺ അടിച്ച് കഴിഞ്ഞില്ലേ, അപ്പത്തിനേക്ക് വീട് പൊളിക്കല്ലോ. എല്ലാ ഗ്രാനി നിങ്ങള് വീട് ലോൺ എടുത്തിട്ടുണ്ടാക്കിയതാണ്. എന്നാല് നമ്മളെല്ലാം ഇത് പൊളിച്ചോ ഗ്രാനി. എന്താണ് മോനെ ഫ്രാങ്ക്ലിന് അമ്മായിനോട് ഒരു കണ്ണിച്ചോറില്ലേ? എല്ലാ ഗ്രാനി നിങ്ങളെ കാർ പോർച്ച് തായാണോ? മോനെ കാർ പോർച്ച് തായാണ്. എല്ലാ ഗ്രാനിയമ്മായി കാറിന്റെ ഒക്കെ കോലം എന്താണ്, ഫുള്ള് തുരുമ്പ് പിടിച്ചിക്കണല്ലോ. എടാ മോനെ ഫ്രാങ്ക്ലിന് കാറൊന്ന് പൊളിക്കുന്നേ. ഗ്രാനിയമ്മച്ച EMI വഴി എടുത്തതാണ്, ഇതുവരെ അടിച്ച് തീർന്നിട്ടില്ല. അപ്പോത്തിനൊക്കെ തുരുമ്പൊക്കെ പിടിച്ച്. എല്ലാ ഗ്രാനിയമ്മായി ഇടയ്ക്കിടയ്ക്ക് കാറൊക്കെ കഴുകണം, നല്ല പൊടിയൊക്കെ പിടിച്ച് തുരുമ്പ് പിടിക്കാണ്ടൊക്കെ ഉള്ളൂ. കാറിങ്ങനെ അവിടെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എടാ മോനെ ഫ്രാങ്ക്ലിന് കാറൊന്ന് കേടാവണ്ടക്കാൻ വേണ്ടിട്ട് ഗ്രാനിയമ്മ എഞ്ചിനൊക്കെ ഊറി മേശയിൽ വെച്ചിക്കണേ. അപ്പോഴത്തേക്കും ഗ്രാനിയമ്മായി അതൊക്കെ ഊരി മേശയിൽ വെച്ചോ? നല്ലതാണ് മേശയിൽ വെക്കണത്. ഗ്രാനിയമ്മയ്ക്ക് വയസ്സായില്ലേ. ഗ്രാനിയമ്മയ്ക്ക് ഇനി കാർ ഓടിക്കാനൊന്നും വയ്യ, അതിനെ കൊണ്ട് ഒരു മേശയിൽ വെച്ചതാ. എല്ലാ ഗ്രാനിക്ക് എങ്ങനെയാണ് ഈ കാക്കനെ കിട്ടിയത്? ഇത് വലിയൊരു കഥയാണ് മോനെ. കഥ പറയാനിപ്പോ നേരില്ല. മോനിപ്പോ ഏത് റൂമിലാണ്? എന്തിനാണ് ഗ്രാനി നമ്മളെ ബാക്കിൽ വന്ന് നമ്മളെ കൊല്ലാനല്ലേ? ഗ്രാനിന്റെ ആ രഹസ്യറയില് ടെഡി ബിയർ ഉണ്ടല്ലോ. എടാ മോനെ ആ ടെഡി ബിയർ കാണാതായിട്ട് കുറച്ച് ദിവസമായി, അതോടാണ് അതൊന്ന് പുറത്തേക്ക് കിട്ടോ മോനെ. ഗ്രാനി നമുക്ക് എന്തോ ഒരു സാധനം കൈമ കെട്ടിക്കണേ, എന്തോ സ്റ്റിയറിങ് മാതിരിണ്ട്. കാറിന്റെ സ്റ്റിയറിങ് ആണ് തോന്നുന്നുണ്ട്, പോയി നോക്കട്ടെ കാറിൽ. എടാ മോനെ കാറിന്റെ സ്റ്റിയറിംഗ് ഒന്നും ഗ്രാനിയമ്മായി ഊരി മേശയിൽ വെച്ചിട്ടില്ല കേട്ടോ. എല്ലാ ഗ്രാനി അത് സ്റ്റിയറിങ് ആണ് തോന്നുന്നുണ്ട്, നോക്കട്ടെ. എടാ മോനെ ഫ്രാങ്ക്ലിന് ഈ അമ്മായിന്റെ കാറ് കേടാക്കിയോ? ആകെയുള്ള ഒരു കാറാണ്. എന്താണ് മോനെ കാറൊന്ന് കേടാക്കല്ലോ. സ്റ്റിയറിങ് അവിടെ തന്നെ ഉണ്ട്. എല്ലാ ഗ്രാനി സ്റ്റിയറിങ് അവിടെ തന്നെ ഉണ്ട്. ഇത് വേറെന്തോ സാധനമാണ് തോന്നുന്നുണ്ട്. സ്റ്റിയറിങ്ങിന് കണ്ടിട്ട് സ്റ്റിയറിങ്ങിന്റെ മായ തന്നെ ഉണ്ട്. എടാ മോനെ ഫ്രാങ്ക്ലിന് അത് പൈപ്പിന്റെ വാൾവാണ്. അമ്മച്ചി ഇങ്ങനെയാന്ന്
തിരിച്ചപ്പോൾ അത് പോന്നതാണ്. എന്നിട്ട് അമ്മച്ചി മേശയിൽ ഇട്ടതാണത്. എന്നാ അമ്മച്ചി ആദ്യം പറയണ്ടേ? വെറുതെ നമ്മള് കാറിൻ്റെ അങ്ങോട്ടേക്ക് വന്ന് സ്റ്റിയറിംഗ് ആണ് വെച്ചിട്ട്. എന്താണ് ഗ്രാനിയമ്മായി ഓരോ തുരുമ്പിടിച്ച സാധനങ്ങളാണോ വീട്ടിൽ വെച്ചത്? എന്താണ് മോനെ സൗണ്ട് ഇട്ടിട്ട്? കാറിന്റെ ഡോറ് വീണതാണല്ലേ സൗണ്ട് ഇട്ട്? മോന് കാറ് പൊളിച്ചോ അമ്മച്ചിന്റെ? എന്താണ് മോനെ? അത് ഗ്രാനി അറിയാണ്ട് പറ്റിയതാണ്. ഇനി ഉണ്ടാവില്ല ഗ്രാനി. എന്താണ് ഫ്രാങ്ക്ലിനെ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇനി കാറ് നന്നാക്കാൻ ഇനി ഒരാളെ വിളിക്കണ്ടേ? എന്താണ് ഗ്രാനി, അല്ലെങ്കിലും കാർ നന്നാക്കാൻ ഇനി ഒരാൾ വിളിക്കണ്ടേ? കാർ അത്രക്ക് തുരുമ്പൊടിച്ച് പണയില്ലേ ഗ്രാനി? എടാ ഫ്രാങ്ക്ലിനെ എത്രയും പെട്ടെന്ന് ചാവി കണ്ടുപിടിച്ച് പുറത്തേക്ക് പോടാ ഫ്രാങ്ക്ലിനെ. അമ്മച്ചിന്റെ വീട് പൊളിച്ചില്ലട്ടെ ഈ. അല്ല ഗ്രാനി, നമുക്കെന്തോ കാറിൻ്റെ എന്തോ ഒരു സാധനം കിട്ടിയിരിക്കണേ. എൻജിൻ പാർട്ടിൽ വെക്കാളാ പറഞ്ഞിട്ടുണ്ട്. മേശന്ന് കിട്ടിയതാ. അത് നമ്മൾ കാറിൽ തന്നെ വെക്കട്ടെ ഗ്രാനി. എടാ ഫ്രാങ്ക്ലിനെ ഈ കാറില് കൊണ്ടുവച്ചിട്ട് കാറ് കേടാക്കല്ലേ? അതൊക്കെ അമ്മച്ചി പൊടി പിടിക്കാനൊക്കെ മേശയിൽ വെച്ചതാണ്. എന്തൊക്കെ കാട്ടണത് ഫ്രാങ്ക്ലിനെ? അപ്പം നമുക്ക് ഗ്രാനി പറയണൊന്നും കേൾക്കണ്ട, നമുക്ക് വല്ല കാറിൽ തന്നെ ഫിറ്റ് ചെയ്യാം. എന്താ മോനെ ഈ കുരുത്തക്കേട് ഇങ്ങനെ കളിക്കല്ലേ? എല്ലാ ഗ്രാനി, കാറിൽ ഇതോടെ ഫിറ്റ് ചെയ്യേണ്ട അറിയില്ല. കാറിൽ ഇത് ഫിറ്റ് ആവില്ല, തുരുമ്പൊടിച്ചിട്ടാ തോന്നുന്നുണ്ട്. എടാ മോനെ അത് കഷ്ടപ്പെട്ട് ജ്ഞാനം വെച്ച് ഊരിയതാണ്. ഇനി അത് ഈ ഫിറ്റ് ആക്കണ്ട, അത് ഈ മേശയെ കൊണ്ടുവെക്കടാ. ഇത്തക്കട വെച്ചല്ല. എല്ലാ ഗ്രാനി, അത് നമ്മൾ കറക്റ്റ് ഫിറ്റ് ആക്കിക്കണേ ഗ്രാനി. കാർ പോർച്ചിലും ഉണ്ടല്ലോ ഒരു റൂം. എന്തിനാ ഗ്രാനി ഇത്ര തോറ മുറികള്? എടാ ഫ്രാങ്ക്ലിനെ ഇങ്ങനെ കുരുത്തക്കേട് വെച്ചില്ലേ? അത് ഗ്രാനി എത്ര കഷ്ടപ്പെട്ടിട്ടാണ്ടാ ഊരി മേശയിൽ വെച്ചത്. ഒന്ന് പോ ഗ്രാനി, ഇത് ഊരിങ്ങനെ മേശയിലേക്കാളല്ല, അതൊക്കെ കാറിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. വെറുതെ അല്ല ഗ്രാനി കാർ തുരുമ്പൊടിച്ചത്. അതങ്ങനല്ലേ ഫ്രാങ്ക്ലിനെ? അന്നൊരു ദിവസം കാർ കേടായി. അപ്പൊ അമ്മച്ചി സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിച്ചപ്പോ എല്ലാം ഊരി വന്ന്. അങ്ങനെയാണ് മോനെ അമ്മ മേശയിൽ വെച്ചത്. എന്താണ് ഗ്രാനി, ഗ്രാനി വേണ്ടാത്ത പണി എടുത്തിട്ടല്ലേ കാറൊക്കെ എങ്ങനെ ആയത്? ഇനി കാർ ഓടോ ഒന്നും അറിയില്ലല്ലോ. എന്താണ് ഗ്രാനി? എടാ മോനെ ഇനി കാറ് റെഡി ആവണുണ്ടെങ്കിലേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിചാരിക്കണം, എന്നാലേ മോനെ കാറ് റെഡി ആവുള്ളൂ. അതെങ്ങനെ ഗ്രാനി? വീഡിയോ കാണുന്ന എല്ലാവരും വിചാരിച്ചാലെങ്ങനെ കാർ റെഡി ആവാ? അത് മോനെ ഈ വീഡിയോ കാണുന്ന ഒരു ലൈക്ക് അടിക്കുകയാണെങ്കിൽ ഗ്രാനിയമ്മച്ചിനെ കാണാൻ നോക്കാൻ ഒരു മെക്കാനിക്കിനെ ഗ്രാനിയമ്മച്ചി വിളിക്കൂ. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കും, എന്നാലേ ഗ്രാനിയമ്മച്ചിൻ്റെ കാറൊക്കെ റെഡി ആവുള്ളൂ. നിങ്ങളാരും ലൈക്ക് അടിക്കാത്തതിനെ കൊണ്ടാണ് ഗ്രാനിയമ്മച്ചി ഇപ്പോൾ കാർ റെഡി ആക്കണം ഇങ്ങനെ വെക്കണത്. ലൈക്ക് അടിക്കും നിങ്ങളെല്ലാവരും. എല്ലാരും ലൈക്ക് അടിക്കും. ഫ്രാങ്ക്ലിൻ പറഞ്ഞേരി. എല്ലാ ഗ്രാനി, ഗ്രാനിയുടെ വീട്ടിൽ എത്ര ടണല്? മോനെ അതൊക്കെ വേസ്റ്റ് വെള്ളത്തിന് ടണലാണ് മോനെ, അതിലൊന്നും ഇറങ്ങല്ലേ. എല്ലാ ഗ്രാനി, പുറത്തൊരു ഷെഡ് ഉണ്ടല്ലേ? കിണറുണ്ടല്ലോ. എടാ ഫ്രാങ്ക്ലിനെ ഈ ഇങ്ങനെ ഉണ്ടാ പുറത്തേക്ക് ഇറങ്ങിയത്? കുരുത്തക്കേടൊന്നും കളിക്കില്ലട്ടോ പുറത്തിറങ്ങിട്ട്. എല്ലാ ഗ്രാനി, പെറ്റായിട്ട് കാക്ക മാത്രമേ ഉള്ളൂ? നായ്ക്കോട് മാത്രമേ ഉള്ളൂ? നായിനൊന്നും കാണാനില്ലല്ലോ. അല്ല ഫ്രാങ്ക്ലിനെ നമുക്കൊരു നായിനൊക്കെ ഒന്ന് വാങ്ങണം. എൻ്റെ വീട്ടിലുള്ള ചോപ്പിന് നമുക്ക് തരും ഫ്രാങ്ക്ലിനെ. എല്ലാ ഗ്രാനി, ചോപ്പിനൊന്നും നമുക്ക് തരാൻ പറ്റൂല കേട്ടോ. ചോപ്പൊക്കെ നമ്മളതാണ്. ഗ്രാനിക്കൊന്നും ചോപ്പിന് നമ്മൾ തരൂല. എല്ലാ ഫ്രാങ്ക്ലിനെ എൻ്റെ ചോപ്പിനല്ല നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അതിന് ഈ ഇങ്ങനെ അമ്മച്ചിനോട് എന്തിനാണ് ഇങ്ങനെ ചൂടാവണേ? ഗ്രാനി, നമുക്ക് ചോപ്പിനൊന്നും തരാൻ പറ്റൂല കേട്ടോ. ഗ്രാനി, നിങ്ങളെ കബോർഡിൽ നിന്ന് ഒരു ബുക്ക് കിട്ടിയിരിക്കണേ. എടാ ഫ്രാങ്ക്ലിനെ അതെന്ത് ബുക്കാണ്? ഈ നോക്കിയിട്ട് ഞാൻ പറയാം എന്ത് ബുക്കാണെന്ന്. എല്ലാ ഗ്രാനി, അതെന്ത് ബുക്കാണ് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാവില്ല. അതിനൊക്കെ നമ്മൾ ടിവിൻ്റെ ആ സൈഡിൽ ബുക്ക് വെച്ചേക്കണം കേട്ടോ ഗ്രാനി. എന്താണ് മോനെ ബുക്കൊന്നും നോക്കിയിട്ട് മോനക്ക് മനസ്സിലാവുന്നില്ലേ? എന്നാ മോന് ആ ടിവിൻ്റെ അവിടെ തന്നെ വെച്ചോ. എല്ലാ ഗ്രാനി, നമുക്ക് ആ ടിവിൻ്റെ അടിയത്തെ തട്ടുന്ന എന്തോ സാധനം കിട്ടിക്കിന്. എന്തോ എൻജിൻ പാർട്ടാ തോന്നുന്നുണ്ട്. നമുക്കത് കാറിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. എടാ മോനെ ഫ്രാങ്ക്ലിനെ ഇങ്ങനെ കുരുത്തക്കേട് വെച്ചില്ലേ? അതൊന്നും എൻജിൻ പാർട്ടാണ് വെച്ചിട്ട് അതൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് ഊരി വെച്ചതാണ്. ഇങ്ങനെ അതൊന്നും എടുത്ത് ഫിറ്റ് ചെയ്യല്ലേ? അതൊക്കെ ഇനി അമ്മയ്ക്ക് ഇങ്ങനെ ഊരണ്ടേ? എല്ലാ ഗ്രാനി, അത് കാർ റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാനി, അത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. എന്തോ കുറച്ച് സ്ക്രൂകൾ കുറവുണ്ട്. എടാ മോനെ ഇങ്ങനെ കുരുത്തക്കേട് വെച്ചില്ലേ? ആ കാറ് റെഡി ആക്കണ്ട മോനെ, ഞാൻ പറഞ്ഞല്ലേ.
എല്ലാ ഗ്രാൻഡും ഇനി കാർ റെഡി ആവാണ്ടെങ്കിൽ ബാറ്ററി ഒക്കെ കിട്ടണം. ബാറ്ററിയും പിന്നെ ഫ്യൂവലും വേണം.